കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, പ്രത്യേകിച്ച് ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങൾ പരിശുദ്ധയായ ദൈവമാതാവിൻ്റെ സ്മരണ കൊണ്ട് സജീവമാകുന്ന മാസങ്ങളാണ്. ഓഗസ്റ്റ് മാസത്തിൽ മാതാവിൻ്റെ വാങ്ങിപ്പ് പെരുന്നാളും സെപ്റ്റംബർ മാസത്തിൽ മാതാവിൻ്റെ ജനന പെരുന്നാളും ആഘോഷിക്കുകയും അതുമായി ബന്ധപ്പെട്ടുള്ള ക്രമീകരണങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യുന്ന ഒരു കാലഘട്ടമാണ്. ഒരമ്മ ഒരു പുത്രനെ സംബന്ധിച്ചിടത്തോളം എത്രമാത്രം ആഴത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്നു, ആ ജീവിതം എത്രമാത്രം ശ്രേഷ്ഠമാണ് എന്ന് ചിന്തിക്കുവാനും മാതൃത്വത്തിൻ്റെ യഥാർത്ഥ ഭാവങ്ങൾ ഉൾക്കൊള്ളുവാനുമുള്ള സന്ദർഭങ്ങളാണ്. ദീർഘമായ ഒരു പ്രസംഗത്തിന് അവസരമില്ലാത്തതുകൊണ്ട് ഇന്ന് നമ്മൾ വായിച്ചു കേട്ട പ്രിമിയോനിലൊരു കാര്യം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. നമ്മുടെ കർത്താവിനെ വിശേഷിപ്പിക്കുന്നത് ജീവനുള്ള മുന്തിരിക്കുല എന്നാണ്. കന്യകയാവുന്ന മുന്തിരിത്തണ്ടിന്മേൽ നിന്ന് അടർത്തിയെടുക്കപ്പെട്ട ജീവനുള്ള മുന്തിരിക്കുല, അത് പിഴിഞ്ഞെടുത്ത് ലോകത്തിൻ്റെ രക്ഷയ്ക്കായി പാനം ചെയ്യുവാനായി വിട്ടുകൊടുക്കും. നമ്മുടെ പിതാക്കന്മാർ എത്ര അർത്ഥപൂർണമായ ഒരു ഉപമയാണ് അവിടെ കൂടെ മനസ്സിലാക്കുവാനായിട്ട് നമുക്ക് പ്രത്യേകമായി നമ്മുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നു. കന്യകയാവുന്ന മുന്തിരിത്തണ്ടിൽ നിന്ന് അടർത്തിയെടുക്കപ്പെട്ട ജീവനുള്ള മുന്തിരിക്കുല. നമ്മുടെ പരിശുദ്ധയായ മാതാവിനെക്കുറിച്ച് ഇതിൽ കൂടുതൽ ഒരു വിശദീകരണം നൽകുവാനായിട്ട് സാധിക്കുകയില്ല. അത്ര അർത്ഥസമ്പുഷ്ടവും ദൈവശാസ്ത്രപരമായി അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നതുമായ ഒരു വലിയ പ്രഖ്യാപനമാണ്. അവൾ കേവലം ഒരു മാനുഷിക പുത്രി എന്ന നിലയിൽ നമ്മളോട് സമീപസ്ഥയും നമ്മുടെ പ്രകൃതത്തിന് അനുയോജ്യമായ വിധത്തിൽ നമ്മളോട് സംസർഗമുള്ളവളെങ്കിലും അവളിൽ നിന്ന് ഉതിരിച്ച ആ മുന്തിരിക്കുല ലോകത്തിൻ്റെ രക്ഷകനാണ്. ലോകത്തിൻ്റെ രക്ഷയ്ക്ക് മുഖാന്തരമായി അവൻ്റെ പരമയാഗം ശ്രേഷ്ഠമായി തീർന്നിരിക്കുന്നുവെന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ദൈവമാതാവെന്ന് നാം സംബോധന ചെയ്യുമ്പോൾ ദൈവം അവളിൽ നിന്ന് ജാതം ചെയ്യുവാൻ തക്കവണ്ണം വിനയപ്പെട്ടു. അത് കന്യയുടെ ഉദരത്തിലിരിക്കുമ്പോൾ തന്നെ അവൻ പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമാണ്. അങ്ങനെ അവളിൽ നിന്ന് ഉദയം ചെയ്ത ആ മുന്തിരിക്കുല ലോകത്തിൻ്റെ ജീവന് ആധാരമായി തീരത്തക്കവണ്ണം അത് പിഴിഞ്ഞെടുത്തതുപോലെ ഗോകുൽത്തായിൽ വെച്ച് അവൻ്റെ കഷ്ടാനുഭവങ്ങളിലൂടെ ഈ മനുഷ്യവർഗത്തിന് മുഴുവൻ രക്ഷയ്ക്ക് കാരണമായി തീർന്നു. അവൻ ഇന്നും പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവുമെന്ന നിലയിൽ നമ്മുടെ മനുഷ്യത്വത്തെ ദൈവം സ്വീകരിക്കുവാൻ തക്കവണ്ണം വിധേയപ്പെടുത്തി കൊടുത്ത ഒരു മനുഷ്യ സ്ത്രീയാണ് പരിശുദ്ധയായ മാതാവ്. അവളിൽ നിന്ന് സ്വീകരിച്ച ആ ശരീരം ലോകത്തിൻ്റെ രക്ഷയ്ക്ക് മുഖാന്തരമായതുകൊണ്ട് ഇന്നും നമ്മൾ ദൈവത്തിൻ്റെ ഭവനക്കാരും വംശക്കാരും ദൈവത്തോട് സംസർഗമുള്ളവരുമായി തീരുക. ആ മനുഷ്യാവതാരം നമ്മുടെ ഓരോ നിമിഷങ്ങളിലും യാഥാർത്ഥ്യമാകേണ്ട ഒന്നാണ്. ദൈവം മനുഷ്യനോട് സംയോജിക്കുന്ന മേഖലകൾ അത് കേവലം മനുഷ്യാവതാരത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കേണ്ടതല്ല. നമ്മുടെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും ദൈവത്തിൻ്റെ ഇടപെടലുകൾ, ദൈവം യോജിക്കുന്ന നമ്മുടെ സംസാരത്തിൽ, പ്രവൃത്തിയിൽ, ചിന്താവ്യാപാരങ്ങളിൽ എല്ലാം ആ മനുഷ്യാവതാരം യാഥാർത്ഥ്യമായി തീരണം. അങ്ങനെയുള്ളൊരു ഇൻകാർണേഷൻ ജീവിതത്തിൽ രൂപപ്പെടുമ്പോഴാണ് നമ്മൾ ദൈവത്തിൻ്റെ മക്കളായി തീരുന്നത്. അതുകൊണ്ട് കഷ്ടതകൾ ഇല്ലാതാകുന്നില്ല, അപമാനങ്ങൾ മാറ്റപ്പെടുന്നില്ല. പരിശുദ്ധയായ മാതാവ് ഈ അനുഭവങ്ങൾ കൂടെ എല്ലാം കടന്നു പോയിട്ടും ഇന്നും ഭാഗ്യവതി എന്ന് വാഴ്ത്തപ്പെടുന്നതിൻ്റെ കാരണം അവളുടെ ജീവിതത്തിൽ ഉടനീളം ആ മനുഷ്യാവതാരം ഒരു യാഥാർത്ഥ്യമായി ദൈവത്തോട് ചേർന്നിരിക്കുവാനായിട്ട് സാധിച്ചു. പരിശുദ്ധയായ മാതാവിനെക്കുറിച്ച് വേദപുസ്തകത്തിൽ പറയുമ്പോഴെല്ലാം
പുത്രൻ ചോദിക്കുന്നുണ്ട്, ആരാണെൻ്റെ മാതാവ്, ആരാണെൻ്റെ സഹോദരങ്ങൾ? അതിൻ്റെ അർത്ഥം മാതാവ് തൻ്റെ മാതാവല്ല എന്ന് പറയുകയാണ് എന്ന് ഭാഷയിൽ നമുക്ക് തോന്നിയാലും ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നത് ആരാണോ അവരാണ് എൻ്റെ മാതാവ്. അത് പൂർണ്ണമായും മനുഷ്യവർഗത്തിൽ ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് സമർപ്പിക്കപ്പെട്ടത് പരിശുദ്ധയായ മാതാവ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അവൾ ദൈവമാതാവെന്ന് വിളിക്കപ്പെടുന്നു. അവളിൽ നിന്നെടുത്ത ശരീരം ദൈവം ശുദ്ധീകരിച്ച് നമുക്ക് വലിയൊരു പ്രത്യാശയുടെ വാതായനം തുറക്കുവാൻ മുഖാന്തരമായ പരിശുദ്ധ മാതാവിൻ്റെ സ്മരണ നമ്മൾ ഉൾക്കൊള്ളുന്ന, അനുസ്മരിക്കുന്ന, പകർത്തുന്ന ഈ സമയത്ത് പരിശുദ്ധയായ മാതാവിനെ പോലെ ദൈവത്തിന് ഹിതകരമായി സമർപ്പിക്കപ്പെടുവാനും ദൈവം നമ്മളിൽ സംപ്രീതരായി ഈ ലോകത്തിന് ദൈവത്തെ കാണിച്ചു കൊടുക്കുവാനും നമ്മുടെ ജീവിതം മുഖാന്തരമാകണം, നമ്മുടെ സംസാരം മുഖാന്തരമാകണം, നമ്മുടെ ചിന്തകൾ മുഖാന്തരമാകണം. അങ്ങനെ എല്ലാ മേഖലകളിലും ഈ മനുഷ്യാവതാരം ദൈവം യോജിച്ചുകൊണ്ട് കർത്താവിനെക്കുറിച്ച് പറയുന്നുണ്ട്. അവൻ്റെ വായിൽ നിന്ന് വന്ന ലാവണ്യ വചനങ്ങൾ അവരെല്ലാം അത്ഭുതപ്പെടുത്തി. കുരിശന്മേൽ കിടക്കുമ്പോൾ അതിൻ്റെ മേൽനോട്ടം വഹിക്കുവാനുള്ള ആ ശതാധിപൻ പറയും, ഇവൻ സത്യമായും ദൈവപുത്രനാണ്. കാരണം ആ സംഭവങ്ങളെല്ലാം വളരെ പ്രത്യേകതയുള്ള സംഭവങ്ങളാണ്. ദൈവമെന്ന നിലയിലല്ല, ആ മനുഷ്യത്വത്തോട് യോജിച്ചുകൊണ്ട് എത്ര ഹൃദ്യമായി പിതാവാം ദൈവം തനിക്ക് ഏൽപ്പിച്ചു കൊടുത്ത എല്ലാ ദൗത്യവും ക്രൂശിലെ മരണത്തോളം സഹിക്കുവാൻ, വഹിക്കുവാൻ അവൻ തിരുവിഷ്ടമുണ്ടായി. ആ വലിയ ദൗത്യം പരമേൽപ്പിച്ചുകൊണ്ടാണ് നമ്മളെ ഈ ലോകത്തിലേക്ക് അയക്കുന്നത്. അവിടെ അപമാനമുണ്ടാകും, രോഗമുണ്ടാകും, നഷ്ടമുണ്ടാകും, വേദനകളുണ്ടാകും. പക്ഷേ ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ അത് വലിയ മഹത്വത്തിന് കാരണമായി തീരും. മാതാവ് നമ്മളോട് പറയുന്നതും അതുതന്നെയാണ്. ഈ വേദനകളുടെ മധ്യത്തിൽ, അപമാനത്തിൻ്റെ മധ്യത്തിൽ, നഷ്ടങ്ങളുടെ മധ്യത്തിൽ ദൈവത്തോട് ചേർന്ന് നിന്ന് ക്രൂശിൻ്റെ ചുവട്ടിൽ വരെയും മാതാവിൻ്റെ സാന്നിധ്യമുണ്ടായിരുന്നു. ക്രൂശിലെ അതിവേദനയിൽ പോലും പുത്രൻ തൻ്റെ മാതാവിനെ സുരക്ഷിത കരങ്ങളിൽ പരമേൽപ്പിക്കുവാനായി വളരെയേറെ ശ്രദ്ധിക്കുന്നതായി നാം വായിക്കുന്നു. ആയതുകൊണ്ട് ദൈവസന്നിധിയിൽ ഭാഗ്യങ്ങൾക്ക് യോഗ്യതയുള്ളവളാണ്. ഈ മനുഷ്യവർഗത്തിൻ്റെ മുഴുവൻ രക്ഷയ്ക്ക് നിദാനമായി തീർന്നവളാണ്. ദൈവത്തിന് മനുഷ്യത്വം പ്രദാനം ചെയ്യുവാൻ തക്കവണ്ണം വിനയപ്പെട്ടവളാണ്. അവളുടെ ജീവിതം ഏറ്റവും ശ്രേഷ്ഠമാണ്. എത്ര പെരുന്നാൾ ആഘോഷിച്ചാലും നമ്മുടെ മനുഷ്യത്വം ഇന്ന് മരവിച്ചു കൊണ്ടിരിക്കുകയാണ്. മാതൃത്വം ഇന്ന് ക്ഷയിച്ചു കൊണ്ടിരിക്കുകയാണ്. അതൊക്കെ പുനരുദ്ധരിക്കുവാനും ദൈവത്തോട് ചേർന്ന് ആ വലിയ ദൗത്യം നിർവഹിക്കുവാനും നമുക്ക് സാധിക്കണം. പരിശുദ്ധയായ മാതാവിൻ്റെ ജന്മപ്പെരുന്നാൾ നമ്മൾ സംബന്ധിക്കുമ്പോൾ കേവലം ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്നതിനേക്കാൾ ഉപരിയായി ദൈവമേ, ആ മനുഷ്യത്വം ഞങ്ങളോട് സംയോജിക്കുവാൻ ദൈവം യോജിപ്പായി എന്നുള്ള മംഗളവാർത്ത ഓരോരുത്തരും ഓരോ അവസരത്തിലും കേൾക്കുവാൻ തക്കവണ്ണം നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുവാൻ ഈ പെരുന്നാളുകൾ മുഖാന്തരമാകട്ടെ. ദൈവം നമ്മളിൽ സംപ്രീതനായി നമ്മുടെ ജീവിതത്തെ ധന്യമാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിന് പരിശുദ്ധ റൂഹ നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് ചുരുക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.